ശരിക്കുള്ള ഗവി ഇതല്ല. ഗവി എന്ന് പറയുന്നത് ഇതാണ് ഗവി. പന്നിക്കുട്ടന്മാരാ, ഇത് കാട്ടുപന്നി കേട്ടോ. എന്താ പറയുന്നത്, പെട്ടു, വണ്ടിയില്ല. അപ്പം മുമ്പോട്ടുള്ള കാഴ്ചകൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എനിക്കൊന്നും അറിയാം. അങ്ങനെ ഞാനേ ഗവിയിൽ വന്നു. വണ്ടി ഉണ്ടാവില്ലെങ്കിൽ ആൾ ബഹളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇറങ്ങും. ഞാൻ വന്ന ബസ് ലാസ്റ്റ് ബസ്സാണ്, ഇനി അങ്ങോട്ട് വണ്ടിയില്ല. ശരിക്കും നമ്മൾ പെട്ടെന്നാണ് എൻ്റെ എല്ലാ രീതിയിലുള്ള ഈ മനസ്സും പറയുന്നത്. താങ്ക്സ്, വലിയ ഉപകാരം. എൻ്റെ പൊന്നാടാവേ, വെൽക്കം ടു മൈ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പം ഗവിക്ക് പോയിക്കൊണ്ടിരിക്കുക. ഗവി. അപ്പോൾ ഗവിക്ക് പോകാൻ വേണ്ടി പത്തനംതിട്ട സ്റ്റാൻഡിൽ വന്നിട്ട് ഗവിക്ക് പോകാനുള്ള KSRTC ബസ് കയറിയേക്കുവാണ്. അപ്പം അങ്ങോട്ടുള്ള യാത്രയിലാണ്. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗവിക്കാണെന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്തത്. അപ്പം കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞു അവിടെ ഒന്നും കാണാനൊന്നുമില്ല, നമ്മൾ ഈ ബസ്സിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ അങ്ങനെ ആയിരിക്കത്തില്ല. ഒരു ചേട്ടൻ പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, നമുക്ക് ബസ് കുറവാണ്, അപ്പോൾ ഇപ്പോൾ ഈ പോകുന്ന ബസ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു വണ്ടി ഇല്ല എന്നും കൂടെ പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് പേടി, പിന്നെ ഞാൻ തിരിച്ചങ്ങനെ വരും. അപ്പോൾ പിന്നെ എന്താണേലും അവിടെ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പം മുമ്പോട്ടുള്ള കാഴ്ചകൾ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. അപ്പം ഗവി യാത്രയുടെ ഒന്നാം ഘട്ടം. ഇത് ഫുള്ള് വനമാണ് കേട്ടോ, കൊടും വനം. ആ വണ്ടിക്കാണ് നമ്മൾ സൈഡ് കൊടുത്തത്. സത്യത്തിൽ ഈ ബസ്സിൽ പോകുമ്പോൾ കാണാനുള്ള കാഴ്ച ഉള്ളത് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പം വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ആളും ബഹളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഇറങ്ങും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബസ്സിന് തന്നെ നേരെ വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോകും. അപ്പോൾ എന്താണേലും കവർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ കവർ ചെയ്യും. ഇപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്ററോളം ഒരു വനത്തിലൂടെ അതിസാഹസ്യമായ റൈഡാണ്. അതായത് KSRTC ബസ്സിലാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാലേ മൃഗങ്ങളെയൊക്കെ കാണേണ്ടതാണ്. ഒരു ആനയോ അല്ലെങ്കിൽ കാട്ടുപോത്തിനെയോ പന്നീനെയോ ഒക്കെ കാണേണ്ടതാണ്. എന്തോ ഒന്നിനെ കാണാൻ പറ്റിയില്ല. അവിടെ ഞാൻ ഒരു ഡാം കണ്ടേ. ആ ഡാം ഇതുണ്ടോ, മൂഴിയാർ ഡാം. ഇതാണ് സേഫ്റ്റി ഓഫീസ് കം കൺട്രോൾ റൂം. ഇത് മൂഴിയാർ ഡാമാണ് കേട്ടോ. അപ്പോൾ ഈ ഡാമിൽ കൂടെ, ഈ ഡാമിൻ്റെ മേളിൽ കൂടെ നമ്മൾ കയറി പോകുന്നത് കണ്ടോ. അപ്പം മൂഴിയാർ ഡാം, ഈ ഡാം കാണുന്നതുകൊണ്ടാണ് എന്നോട് ആ ചേട്ടൻ പറഞ്ഞത്. വേറെ ഒന്നും കാണാനില്ല ഇവിടെ എന്നാണ്. സത്യത്തിൽ ഞാൻ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് ഗവി വഴി പോകുന്ന ഒരു യാത്ര, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു ബസ് സ്റ്റോപ്പിൽ അവിടെ വന്നു. ബസ് സ്റ്റോപ്പിൽ ഒരു ചെറിയൊരു, അതായത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ്. കുമളി നേരെ അങ്ങോട്ടാണ് പോകുന്നത്, ഗവി നേരെ അങ്ങോട്ടാണ് കാണിക്കുന്നത്. ഇതൊരു ചെറിയൊരു ടൗണാണ്. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, നമ്മളുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ, ഗവിയിലെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാരൊക്കെ താമസിക്കുന്ന ഒരു കോട്ടേഴ്സുകളാണ്. ഒരു വാങ്ങാകത്തിൽ നിന്നാണ് നമ്മൾ ഗവിക്ക് പോവാം. ശരിക്കും ഇനിയാണ് ഗവി കയറുന്നത് കേട്ടോ. ബസ്സുകാരനെ സമ്മതിച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഒരു ബസ് യാത്ര ഞാൻ പോയിട്ടില്ല. അതുപോലെ
നമുക്ക് അല്ലാതെ ബൈക്കിനോ കാറിനോ ഇതുവഴി കയറി ഇറങ്ങി വരാൻ പറ്റത്തില്ല. ഈ ബസ് ആ സമയത്ത് പോകുന്നതുകൊണ്ട് മാത്രം ഇങ്ങനെ പോകുന്നുള്ളൂ. കൊള്ളാം കേട്ടോ, ഒരു സംഭവമാണ്. അതായത് ഒരു ട്രാവലാണ്. ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. പത്തനംതിട്ട കക്കീട. ഓക്കെ, അതായത് വെള്ളമെല്ലാം പറ്റി. അവിടെ ഒരു ബോട്ടുണ്ട്. ആ സൈഡ് വലിയ കൊക്കയാണ്, വലിയ കുഴിയാണ്. ആ കാണുന്നത് പൊന്നമ്പലമേടാണ്. അതായത് നമ്മളുടെ മകരവിളക്ക് ജ്യോതി തെളിയിക്കുന്ന സ്ഥലം. അതായത് ശബരിമലയിൽ മകരവിളക്ക് ജ്യോതി തെളിയിക്കുന്ന പൊന്നമ്പലമേടാണ് ആ കാണുന്നത്. ഞാൻ പറയുന്നത് അറിയാമോ, നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ പത്തനംതിട്ടയിൽ നിന്ന് വണ്ടിപ്പെരിയാറിന് ഗവി കൂടി വണ്ടിപ്പെരിയാർ പോകണം, എങ്കിലേ അതിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാകത്തുള്ളൂ. കൊച്ചു ഇത് സൂപ്പർ. ആനത്തോട് ഡാമാണ് നമ്മൾ ഇത്രയും നേരം കണ്ടാൽ. സേഫ്റ്റി ഓഫീസ് കം കൺട്രോൾ റൂം, ആനത്തോട്. ഇപ്പോൾ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യം തരാൻ അറിയില്ല. പക്ഷേ എങ്കിൽ ഒരു കാര്യം എനിക്കറിയാം, ഗവിക്ക് ഇനി ഇവിടുന്ന് 10 കിലോമീറ്ററും കൂടെ ദൂരം ഉണ്ടെന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന്, അതായത് KSRTC കഴിഞ്ഞാൽ യാത്ര ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് 90 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഞാനിപ്പം ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അത് ഒരു ക്യാൻറ്റീനുണ്ട് അവിടെ. അപ്പം ഇനിയിപ്പോൾ ഗവിക്കും ഇതാ ഇവിടുന്ന് ഇനി 10 കിലോമീറ്റർ ദൂരം കൂടെ ഉണ്ട്. പത്തനംതിട്ട 90 കിലോമീറ്റർ, മൂഴിയാറ് 30 കിലോമീറ്റർ. അപ്പം ഞാൻ വന്ന് നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് എനിക്കിപ്പോഴും പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ എങ്കിൽ ഗവിക്ക് 10 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ എല്ലാം ക്വാർട്ടേഴ്സുകളും കാര്യങ്ങളൊക്കെയാണ്. അത് KSEB ഡാം സേഫ്റ്റി സബ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടികളൊക്കെ, ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടൊരു ക്യാൻറ്റീനുണ്ട്. ഇതാണ് നമ്മൾ വന്ന KSRTC ബസ്. ഇതുണ്ട്, ഇതാണ് വെറൈറ്റി സാധനങ്ങൾ. ഇതുണ്ട്, അത് പന്നിക്കുട്ടന്മാരാണ്. ഇത് കാട്ടുപന്നിയാണ് കേട്ടോ, അല്ലാതെ നാട്ടുപന്നിയല്ല, കാട്ടിലെ പന്നികളാണ്. അതേ പോകുന്നു. അപ്പോൾ ഇത് KSEBയുടെ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. കൊച്ചുപമ്പ, അതായത് കൊച്ചുപമ്പ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. KSEBയുടെ ക്യാൻറ്റീൻ. അങ്ങനെ നമ്മൾ അവിടെ നേരെ ഗവിയിലോട്ട് പോവുകയാണ്. ഒരു 10 കിലോമീറ്റർ. അങ്ങനെ ഞാൻ ഗവിയിൽ വന്നു. അപ്പോൾ ഗവി വന്ന് ഇറങ്ങി. ഇത് ഗവി ഡാമാണ് കേട്ടോ. ഈ പരിസരത്ത് ഇതാ അവരിപ്പോൾ വന്നിട്ടങ്ങ് പോയി. വേറെ മനുഷ്യരുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ അവിടെയൊക്കെ ആൾക്കാർ ചെറിയ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇത് നമ്മളുടെ ഗവി ഡാം. സൂപ്പറല്ലേ? സത്യത്തിൽ ഞാൻ പെട്ട് നിൽക്കുകയാണ്. ഞാൻ വന്ന ബസ് ലാസ്റ്റ് ബസ്സാണ്, ഇനി അങ്ങോട്ട് വണ്ടിയില്ല. ഇതുണ്ടോ ഡാമിൻ്റെ ഒരു സൈഡാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ
ഗവി. ശരിക്കുള്ള ഗവി ഇതല്ല. ഗവി എന്ന് പറയുന്ന സിറ്റി അല്ലെങ്കിൽ ഒരു നമ്മൾ ടൗൺ എന്നൊക്കെ പറയുന്ന പോലത്തെ, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയൊരു ഗ്രാമം. അത് തൊട്ടപ്പുറത്താണ്, നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം ഇവിടെ ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഉള്ള നൈസ്. സത്യത്തിൽ ഇങ്ങനെ ഇവിടെ ഇറങ്ങി ഇതുപോലെ വീഡിയോ എടുത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം വേറൊന്നുമല്ല, ഇപ്പം ഞാൻ പെട്ടുപോയില്ലേ, അതുപോലെ പെട്ടുപോകും. അങ്ങനെ ആരും വരത്തില്ല, കാരണം വണ്ടി ഇല്ല എന്നൊക്കെ പറഞ്ഞ് ആരും ഇങ്ങനെ വരുകയില്ല. അതാണ് ഗവിയുടെ വേറൊരു പ്രത്യേകത. എന്താണെങ്കിലും നമുക്ക് ഇവിടുത്തെ കുറച്ച് വീഡിയോസും കൂടെ ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ആ ഒരു കൊച്ചു ഗ്രാമത്തിലോട്ട് പോവാം. ശരിക്കുള്ള ഗവി. ഇത് ഗവിയാർ ഡാം എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. കുറേ പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്കൊരു പാർക്കാട്ടോ. അവിടെ നമ്മൾ കണ്ടില്ലേ ആ ബോട്ടിങ് നടക്കുന്ന സ്ഥലം. ഇതൊരു ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് കയറത്തില്ല. ഇതൊരു ഹോം സ്റ്റേ പോലത്തെ പരിപാടിയാണ്. അതായത് നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് വെൽക്കം ടു ഗവി. ഇത് ചെറിയൊരു ഇക്കോ ടൂറിസം. അപ്പം ഗവി ഇക്കോ ടൂറിസം. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ശരിക്കുള്ള ഗവി, അതാണ് ഗവി. അപ്പം നമ്മൾ ഗവി 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 എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാവരും കുറച്ച് എന്താ ഇനി പറയുന്നത്, ഡാമുകളും കുറേ തടാകങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. നമ്മളിപ്പം ബസ്സിൽ വന്ന് 3 ഡാമുകൾ കണ്ടു. ഇതിപ്പോൾ നമ്മൾ കണ്ടത് ഗവി ഡാം. അപ്പം ഇനി നമുക്ക് ഒറിജിനൽ ഗവിയിലോട്ട് ചെല്ലാം. ഗവി ടൗൺ, അല്ലെങ്കിൽ ടൗൺ എന്ന് ഉദ്ദേശിച്ച ഒരു ഗ്രാമം. അത് കണ്ടിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് വണ്ടി ലിഫ്റ്റ് അടിച്ച് പോകണം, അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം ഇവിടെ താമസിക്കാൻ സ്ഥലമില്ല. ഇവിടെ സ്റ്റേ ചെയ്യാൻ കോട്ടേഴ്സുകളേ ഉള്ളൂ. വേറെ പറയണേ, പിന്നെ എന്താ പറയുന്നത്, പെട്ടു, വണ്ടിയില്ല. അപ്പം ഇനി അവിടെ എത്രയും പെട്ടെന്ന് വീഡിയോ കവർ ചെയ്യുക, അടുത്ത വണ്ടി കയറി സ്ഥലം വിടുക. ജംഗിൾ സഫാരി. അതിന് വേണേൽ ലിഫ്റ്റ് ചോദിച്ച് പോകാമായിരുന്നു. ഇതുപോലെ വണ്ടികൾ വരും. അപ്പം ഞാൻ ഇതുവരെയും ടൗണിലോട്ട് ചെന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കുക. ഇതുപോലെ വണ്ടികൾ വരും. ഹായ്. കുന്തം വണ്ടി വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ചറപറ വണ്ടികൾ അതേ വരുന്നു. വീഡിയോ എല്ലാം എടുത്തു കഴിയുമ്പോഴത്തേക്കും വണ്ടി വരുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഹായ്, മുണ്ടക്കയോ? ആ, ഇതാണ് ഗവി. ഗവിയിലെ ഒരു കടയാണ്. ഇവിടുന്ന് എനിക്ക് വെള്ളം കിട്ടി, വെള്ളം മേടിച്ചു. അതെ, അവിടെ ഗവിയിലെ പോസ്റ്റ് ഓഫീസുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ്, ഇത് നമ്മുടെ വെയിറ്റ് ഷെഡ്, പിന്നെ പാർട്ടികളുടെ കൊടി. അപ്പോൾ ഗവി സിറ്റി, ഇതാണ് ഒറിജിനൽ ഗവി. ഗവി എന്ന് പറയുന്നത് ഇതാണ് ഗവി. അപ്പോൾ നമുക്കിനി അവിടെ ആ അമ്പലത്തിന് അങ്ങോട്ടും കൂടെ പോവാം. മുരുകൻ്റെ അമ്പലമാണെന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് നോക്കാം. അപ്പം ഗവി കണ്ടല്ലോ. നമ്മൾ ബസ്സിൽ വന്ന് കണ്ടതൊക്കെ ഗവിയിൽ വരുന്ന കാഴ്ചകളാണ്. ഒറിജിനൽ ഗവി ഇതാണ് കേട്ടോ. ഇത് ശ്രീ മുത്തു മാരിയമ്മൻ തിരുക്കോവിൽ ഗവി. അപ്പം ഗവിയിലെ മാരിയമ്മ കോവിൽ. ഇത് മാരിയമ്മൻ കോവിൽ ഗവി. അപ്പം ശരിക്കും നമ്മൾ പെട്ടെന്നാണ് എൻ്റെ എല്ലാ രീതിയിലുള്ള ഈ മനസ്സും പറയുന്നത്. ശരിക്കും നമുക്ക് വണ്ടിയുള്ളിടത്തോട്ട് പോവാം.
നടന്നു പോവുക. ആ മുകളിൽ പോയതും ഒരു വെയിറ്റിംഗ് സെറ്റ് ഉണ്ട്. ഞാൻ കണ്ടായിരുന്നു. അവിടെ നിൽക്കുക. ഏതെങ്കിലും വണ്ടി പോയാൽ കൈ കാണിച്ച് കയറി പോവുക. ഓക്കെ. അങ്ങനെ ഇനി വണ്ടി പോകാൻ പറയാൻ പറ്റത്തില്ല. ആരെങ്കിലും പോയാൽ കയറി പോവുക. ഓക്കെ. നാളെ ആകുമ്പോൾ ഒത്തിരി വണ്ടി വരും, വണ്ടി പോകും. ഇന്ന് പറയാൻ പറ്റത്തില്ല, സമയമായി. ഇത് മുകളിൽ നിന്ന് ഏതെങ്കിലും ഓട്ടോറിക്ഷ വന്നാലും കയറിപ്പോവും. അതിന് അവിടെ വരെ വരുവുള്ളൂ. അവിടെ ചിലപ്പോൾ ആ വില്ലേജിലോട്ട് പോകുന്ന ഒരു ഓട്ടോ. ഓക്കെ ഓക്കെ അങ്ങനെ പോയേക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അതാ ശരി. ശരിക്കും പറഞ്ഞാൽ പെട്ടുപോയി. നമ്മളിനി പെട്ടുപോയി എന്ന് പറയാതെ അടുത്ത വണ്ടിക്ക് ലിഫ്റ്റ് ചോദിക്കട്ടെ. അപ്പോൾ എനിക്കൊരു ഒരാളെ കിട്ടി, കൂട്ടിൽ വണ്ടിപ്പെരിയാറിലോട്ട് ഒരാളെ കൂടെ കിട്ടി. ഞാൻ ഇங்கே ഗവി பார்க்கறதுக்கு வந்தேன். അപ്പം ഒരു ബസ് ഇங்கே வந்துட்டு திருப்பி 5 மணிக்கு ஒரு பஸ் வண்டிப்பெரியாருக்கு இல்லையா? வண்டி இல்லைன்னு இப்போ அங்கே சொல்லியாச்சு. அப்போ எனக்கு எப்படி திருப்பி போகணும்னு தெரியல. அப்போது அண்ணன் இப்போ எங்கே போகுது? நானும் அங்கே தான். அப்போ ஓகே. நமக்கு சேர்ந்து போகலாம். ஆமாம் அதுதான். ഓക്കെ. അപ്പോൾ ഞാൻ ഓക്കെ, ഇവിടെ നിന്ന് ഒരു കുപ്പി വെള്ളം മേടിച്ചു. അപ്പോൾ നമുക്ക് ഗവിയോട് ഇവിടെ പറയാം. ആ ചേട്ടനോട് ഞാൻ പോവാം. അവങ്ങൾക്ക് അരി, ഗ്യാസ്, മാതിരി സാമഗ്രികൾ എപ്പടി കിടക്കരുത്. ഇവിടെ வந்து கலெக்ஷன் பண்ணிட்டு போம் சார். பெரியாரில் கேஸ் எல்லாம் காலையில் வந்து பெரியார் ഒരു വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടി കേട്ടോ. ഇതാണ് ഇപ്പം ഞങ്ങളുടെ ദൈവം. താങ്ക്സ്. വലിയ ഉപകാരം. സത്യം പറഞ്ഞാൽ പെട്ടുപോയായിരുന്നു കേട്ടോ. അവർ വന്നത് ദൈവം പോലെ. അപ്പം അടുത്ത് വീഡിയോ കാണാം. ബൈ ബൈ.